നമുക്ക് നാദയാത്ര കൊല്ലത്തേക്കാണ്. കൊല്ലം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പഴഞ്ചൊല്ല് എന്താണ്? അത് കമന്റ് ബോക്സിൽ പറയുക. സഞ്ചാരികളുടെ ഇഷ്ടഭൂമിയായി മാറിയിട്ടുണ്ട് കൊല്ലം. എന്തുകൊണ്ടാണ്? അവിടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ചരിത്ര പ്രാധാന്യവും വാണിജ്യ പ്രാധാന്യവുമുള്ള ജില്ലയാണ് കൊല്ലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാണാൻ എന്തുണ്ട് അവിടെ എന്ന് ചോദിക്കുന്നവരോട് കൊല്ലക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ: ഒരു തവണയെങ്കിലും കൊല്ലത്ത് എത്തൂ എന്ന്. അപ്പോൾ കൊല്ലം നഗരത്തിലെ ഒരുപാട് കാഴ്ചകളുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അരുൺ രാജ് ഒരു യാത്ര നടത്തുന്നു. നമുക്ക് അരുൺ രാജിന്റെ കൂടെ കൊല്ലത്തെ കാഴ്ചകളിലേക്കാണ്. സമ്പന്നമായ പ്രൗഢ പാരമ്പര്യമുള്ള ജില്ലയാണ് കൊല്ലം. പഠനത്തിന്റെയും സംസ്കാരത്തിന്റെയും മഹത്തായ കേന്ദ്രം. കൊല്ലം സന്ദർശിച്ച ഓരോ സഞ്ചാരിയും കൊല്ലത്തെക്കുറിച്ച് ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന ചൊല്ല് പോലും ഉണ്ടായത്. കൊല്ലം നഗരത്തിലേക്കെത്തിയാൽ തലയെടുപ്പോടെ നിൽപ്പുണ്ട് കൊല്ലത്തിന്റെ ഘടികാര സൂചിക. തിരുവിതാംകൂറിലെ ആദ്യ മണിമേടകളിൽ ഒന്ന്. 1941 തുടങ്ങിയ ക്ലോക്ക് ടവർ നിർമ്മാണം 1944 പൂർത്തിയാക്കി. 1932 മുതൽ 1949 വരെ നഗരസഭാ ചെയർമാനായിരുന്ന രാജ്യസേവാ നിരത KG പരമേശ്വരൻ പിള്ളയോടുള്ള ആദരസൂചകമായാണ് ചതുരാകൃതിയിലുള്ള ഗോപുരം നിർമ്മിച്ചത്. നഗരഹൃദയത്തിൽ മനം കവരുന്ന മറ്റൊരിടമാണ് ആശ്രാമം ഗസ്റ്റ് ഹൌസ്. ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ 10 വർഷം മുമ്പ് വരെയുള്ള കേരള രാഷ്ട്രീയത്തിന്റെ കഥകളിൽ ചിലത് ഈ മാളികയ്ക്കും പറയാനുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ദിവാനായിരുന്ന കേണൽ മൺട്രോയ്ക്ക് താമസിക്കാനായി നിർമ്മിച്ചതാണ് ഈ റെസിഡൻസി ബംഗ്ലാവ്. ഇന്ന് ആശ്രാമം ഗസ്റ്റ് ഹൌസ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. കേരളീയ പാശ്ചാത്യ വാസ്തുശില്പകലയുടെ സമന്വയം കൂടിയാണ് ഈ ആശ്രാമം ഗസ്റ്റ് ഹൌസ്. 1811 നിർമ്മാണം തുടങ്ങി 1819 പൂർത്തിയാക്കിയത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശ്രാമം ഗസ്റ്റ് ഹൌസ് അടച്ചിട്ടിട്ട് ഇപ്പോൾ 4 വർഷത്തോളമായി. കെട്ടിടത്തിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള പുനരുദ്ധാരണത്തിനായി പുതിയ സമിതിയെ നിയമിച്ചെങ്കിലും നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കൊല്ലം പൊളിയാണെന്നങ്ങനെ വെറുതെ പറഞ്ഞതല്ല. കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. 1930 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് താൽക്കാലികമായി നിർമ്മിച്ച റൺപാതയിൽ കൊല്ലത്ത് വിമാനത്തിൽ ആദ്യമായി വന്നിറങ്ങിയത്. 1949 ഡിസംബർ 14 വിമാന അപകടവും ലോകം മുഴുവൻ പിന്നീട് ശ്രദ്ധിച്ചതാണ്. ഇന്ന് ഈ നഗരത്തിന്റെ പച്ചത്തുരുത്തുകളിലെ പ്രധാന ഭാഗവും ഈ ആശ്രമം മൈതാനമാണ്. 7 ഏക്കറിലാണ് ഈ മൈതാനം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. അക്കാലത്ത് അതൊരു വലിയ സംഭവമായിരുന്നു. വിമാനം കാണുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളെത്തി. 5 രൂപ ടിക്കറ്റ് എടുത്തവർക്ക് വിമാനത്തിൽ പറക്കുവാൻ അവസരം ലഭിച്ചു. മൈതാനമാകെ മെറ്റലിട്ട് ഉറപ്പിച്ച് എവിടെ വേണമെങ്കിലും വിമാനമിറക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. കൊല്ലം നഗരത്തിൽ നിന്ന് 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മറ്റൊരു സ്വപ്നഭൂമിയിലെത്താം. ഭൂമിശാസ്ത്രപരമായി കുന്നുകളാലും താഴ്വരകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടം. കുന്നുകൾക്കിടയിൽ മനോഹരമായ ഒരു ശുദ്ധജല തടാകത്തിന്റെ സാന്നിധ്യമുണ്ടെന്നത് അത്ഭുതത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ശാസ്താംകോട്ട തടാകം എന്നുള്ളതാണ്. അതെ, ആ ശാസ്താംകോട്ടയുടെ തടാകത്തിൻ്റെ കരയിലാണ് നമ്മളുള്ളത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന അതുല്യമായ ഭൂമിയാണിത്. കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ തടാകം F ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തടാകങ്ങളുടെ രാജ്ഞി എന്ന ചോദ്യത്തിനും ഉത്തരം ശാസ്താംകോട്ട തടാകം എന്ന് തന്നെയാണ്. തടാകക്കരയിൽ പ്രസിദ്ധമായ ശാസ്താക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ആലും കാഞ്ഞിരവും തണലേകാൻ മത്സരിക്കുന്ന ക്ഷേത്ര പരിസരം. മരച്ചില്ലകളിൽ ഊഞ്ഞാലാടുന്ന വാനരന്മാർ. കുരങ്ങന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് ക്ഷേത്രം. രാവണ യുദ്ധാനന്തരം ശ്രീരാമനും സീതയും പരിവാരസമേതം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ശാസ്താവിന്റെ അതിഥിയായി ഇവിടെ താമസിച്ചിരുന്നുവെന്നും ഇവിടുത്തെ തീർത്ഥത്തിൽ പിതൃതർപ്പണം നടത്തിയിരുന്നുവെന്നും കൂടെയുണ്ടായിരുന്ന വാനരന്മാരെ ചിലരെ ശാസ്താവിന് കാവൽക്കാരായി നിയോഗിച്ചുവെന്നുമാണ് ഐതിഹ്യം. ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയങ്ങൾ ക്ഷേത്രക്കടവിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്നാൽ ക്ഷേത്രം പുതുക്കിപ്പണിതത് കായംകുളം രാജാവാണെന്നത് ചരിത്രം.
മനുഷ്യൻ നായാടി ജീവിച്ച കാലത്തോളം പഴക്കമുണ്ട് കൊല്ലത്തിന്റെ ചരിത്രത്തിന്. പിന്നീടുണ്ടായ നദീതട സംസ്കാരത്തിന്റെ തെളിവുകൾ പോലും കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊല്ലത്തെക്കുറിച്ച് പറയാൻ ഇനിയും ഏറെയുണ്ട്. അത് വഴിയെ. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.